മൈ ഡിയർ സ്റ്റുഡൻസ്, നമ്മുടെ രണ്ടാമത്തെ ചാപ്റ്ററിൻ്റെ മൂന്നാമത്തെ പാർട്ടിലേക്ക് പോവുകയാണ്. ഓക്കെ, രണ്ടാമത്തെ ചാപ്റ്ററിൻ്റെ മൂന്നാമത്തെ ഭാഗത്തേക്ക് പോവുകയാണ്. ഓക്കെ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഇൻഡിഫറൻസ് കർവിനെ കുറിച്ചും അതിൻ്റെ പ്രത്യേകതകളെ കുറിച്ചൊക്കെ പറഞ്ഞു. ഇനി ഒരു പുതിയ ടോപ്പിക്കിലേക്ക് പോവുകയാണ്. ടോപ്പിക്ക് ബഡ്ജറ്റ് ലൈൻ എന്ന് പറയുന്ന ടോപ്പിക്കിലേക്കാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം പഠിക്കുന്നതിന് മുൻപായിട്ട് നമുക്ക് ബഡ്ജറ്റ് എന്താണെന്ന് പഠിക്കാം. ബഡ്ജറ്റ് എന്താണ് എല്ലാവർക്കും അറിയാം. ഓക്കെ, എല്ലാ വർഷവും ഗവൺമെന്റ് ബഡ്ജറ്റ് അവതരിപ്പിക്കാറുണ്ട്. എന്തേ ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ ഓക്കെ അവരുടെ വരവ് ചെലവ് കണക്കുകളുടെ ഒരു കൂട്ടത്തെയാണ് അവർ ബഡ്ജറ്റ് എന്ന് പറയുന്നത്. നമുക്ക് പഠിക്കാനുണ്ട്, അതിന്റെ നിർവചനത്തിലൂടെ മറ്റൊക്കെ നമുക്ക് പിന്നെ പഠിക്കാനുണ്ട്. ഓക്കെ, ഇപ്പൊ നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ് കൺസ്യൂമറുടെ ബഡ്ജറ്റ്, ഉപഭോക്താവിന്റെ ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്. ഓക്കെ, ഉപഭോക്താവിന് ബഡ്ജറ്റ് ഉണ്ട്. ഇപ്പൊ ഞാനായാലും നിങ്ങളായാലും ഏതൊരു ഉപഭോക്താവിനും ബഡ്ജറ്റ് ഉണ്ട്. അതെന്താന്നുള്ളതാണ് നിങ്ങൾ പഠിക്കാനുള്ളത്. ഓക്കെ, സോ ബഡ്ജറ്റ് മീൻസ് മണി അവൈലബിൾ ടു സ്പെൻഡ്. കൺസ്യൂമർ ബഡ്ജറ്റ്, ഉപഭോക്താവിന്റെ ബഡ്ജറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ സിമ്പിളാണ്. എൻ്റെ കൈവശം, ഞാനിപ്പോൾ ഒരു ഉപഭോക്താവാണെങ്കിൽ എൻ്റെ കൈവശം എനിക്ക് ചെലവഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കരുതിയിട്ടുള്ള പണം, ഇപ്പം എൻ്റെ കയ്യിൽ 100 രൂപയുണ്ട്. ആ 100 രൂപ വെച്ചിട്ടാണ് എനിക്ക് സാധനങ്ങൾ വാങ്ങാനുള്ളതെങ്കിൽ ആ 100 രൂപയാണ് എൻ്റെ ബഡ്ജറ്റ്. വേറൊരു വ്യക്തിയുടെ കയ്യിൽ 1000 രൂപയുണ്ട്. അപ്പൊ അയാൾക്ക് 1000 രൂപക്ക് സാധനം വാങ്ങാം. അപ്പൊ അയാളുടെ ബഡ്ജറ്റ് എത്രയാ? 1000. അതായത് സാധനങ്ങളും സേവനങ്ങളും വാങ്ങാൻ വേണ്ടിയിട്ട് ഒരു വ്യക്തിയുടെ കൈവശം അവൈലബിൾ ആയിട്ടുള്ള, ഒരു വ്യക്തിയുടെ കൈവശം ലഭ്യമായിട്ടുള്ള പണത്തിന്റെ അളവിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ബഡ്ജറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഒരു ഉപഭോക്താവിന് ഒരിക്കലും ബഡ്ജറ്റ് ഇല്ലാതെ സാധനം വാങ്ങാൻ പറ്റില്ല, പണമില്ലാതെ സാധനം വാങ്ങാൻ പറ്റില്ല. ഓക്കെ, അപ്പൊ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ എൻ്റെ കയ്യിൽ 100 രൂപയുള്ളെങ്കിൽ എനിക്ക് എത്ര രൂപയ്ക്കേ സാധനം വാങ്ങാൻ പറ്റുള്ളൂ? 100 രൂപക്ക് മാത്രമേ സാധനം വാങ്ങാൻ പറ്റുള്ളൂ. ഓക്കെ, 200 വാങ്ങുകയാണെങ്കിൽ 100 രൂപ എനിക്ക് കടം, അപ്പൊ കടം വാങ്ങൂല. ഓക്കെ, 100 രൂപ ഉണ്ടെങ്കിൽ എൻ്റെ ബഡ്ജറ്റ് 100 ആണ്. അപ്പൊ എനിക്ക് ഒരു പരിധിയുണ്ട്, സാധനങ്ങളും സേവനങ്ങളും വാങ്ങാൻ എനിക്ക് അവിടെ ഒരു പരിധിയുണ്ട്. എന്താ പരിധി? 100 രൂപയാണ് എൻ്റെ പരിധി. എൻ്റെ കൈവശം 100 രൂപയേ ഉള്ളൂ, എൻ്റെ ബഡ്ജറ്റ് 100 രൂപയാണ്. ആ ബഡ്ജറ്റ് ഉപയോഗിച്ചിട്ട് എനിക്ക് വാങ്ങാൻ പറ്റുന്ന സാധനങ്ങളെ എനിക്ക് വാങ്ങാൻ പറ്റൂ. അപ്പൊ അതാണ് ഒരു ഉപഭോക്താവിന്റെ ബഡ്ജറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഓക്കെ, ഇനി അതിലെ രണ്ടാമത്തെ ടോപ്പിക് ബഡ്ജറ്റ് സെറ്റ് എന്താണെന്നുള്ളതാണ്. ബഡ്ജറ്റ് സെറ്റ്, ഇറ്റ് ഈസ് എ കളക്ഷൻ ഓഫ് ഓൾ ബണ്ടിൽസ് that the consumer can buy with his income at the prevailing market price. ഒരു കൺസ്യൂമർക്ക് ഓക്കെ പ്രിവൈലിംഗ് മാർക്കറ്റ് പ്രൈസിൽ, അതായത് മാർക്കറ്റിലുള്ള വിലയുടെ അടിസ്ഥാനത്തില്, നിലവിലുള്ള കമ്പോള വിലയുടെ അടിസ്ഥാനത്തില് ഓക്കെ വാങ്ങാൻ കഴിയുന്ന, തന്റെ വരുമാനം ഉപയോഗിച്ചിട്ട് വാങ്ങാൻ കഴിയുന്ന എല്ലാ ബണ്ടിലുകളുടെയും കൂട്ടത്തെയാണ് എന്തെന്ന് പറയുന്നത്? ബഡ്ജറ്റ് സെറ്റ് എന്ന് പറയുന്നത്. ശ്രദ്ധിക്കുക, ഇതെന്താണ് ബഡ്ജറ്റ് സെറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ? കളക്ഷൻ, ഒരു ബണ്ടിലല്ല, കളക്ഷൻ, ഒരു കൂട്ടം, കളക്ഷൻ ഓഫ് ബണ്ടിൽസ്, ആൾ ബണ്ടിൽസ്. ഓക്കെ, that consumer can buy with his income at the prevailing market price. കമ്പോളത്തിലെ നിലവിലുള്ള വില, കമ്പോളത്തിലെ നിലവിലുള്ള വില, ആ വിലക്ക് ഒരു ഉപഭോക്താവിന് തന്റെ വരുമാനം ഉപയോഗിച്ചിട്ട് വാങ്ങാൻ കഴിയുന്ന എല്ലാ സാധനങ്ങളുടെയും ബണ്ടിലുകളെ ചേർത്ത് പറയുന്നതാണ് എന്തെന്നുള്ളത്? ബഡ്ജറ്റ് സെറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ബഡ്ജറ്റ് സെറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കളക്ഷൻ ഓഫ് ഓൾ ബണ്ടിൽസ് ദാറ്റ് കൺസ്യൂമർ ക്യാൻ ബൈ വിത്ത് ഹിസ് ഇൻകം അറ്റ് പ്രവൈലിംഗ് മാർക്കറ്റ് പ്രൈസ്. കമ്പോളത്തിലുള്ള വിലയുടെ അടിസ്ഥാനത്തിൽ തന്റെ വരുമാനം, നമ്മൾ അതിനാണ് ബഡ്ജറ്റ് എന്ന് പറഞ്ഞത്, തന്റെ വരുമാനം പൂർണ്ണമായിട്ടും ചെലവഴിച്ചുകൊണ്ട് വാങ്ങാൻ കഴിയുന്ന എല്ലാ ബണ്ടിലുകളുടെയും കൂട്ടത്തെ, കളക്ഷനെ എന്തെന്ന് പറയുന്നു? ബഡ്ജറ്റ് സെറ്റ് എന്ന് പറയുന്നു. ഓക്കെ, അപ്പൊ അത് ക്ലിയർ ആണല്ലോ ബഡ്ജറ്റ് സെറ്റ് എന്താണെന്നുള്ളത്. ഓക്കെ, അപ്പൊ ഈ ബഡ്ജറ്റ് സെറ്റിന് ഒരു ഇക്വേഷൻ ഉണ്ട്. കൺസ്ട്രെയിൻ, പരിധി എന്ന് പറയുമ്പോൾ ഇക്വേഷനെ കൺസ്ട്രെയിൻ അഥവാ ബഡ്ജറ്റ് കൺസ്ട്രെയിൻ എന്നാണ് പറയുന്നത്. പരിധി. എന്താ കൺസ്ട്രെയിൻ? നേരത്തെ പറഞ്ഞു, അയാളുടെ ഇൻകമാണ് കൺസ്ട്രെയിൻ. ഓക്കെ, എന്റെ കയ്യിൽ 100 രൂപയുണ്ടെങ്കിൽ എനിക്ക് 100 രൂപക്ക് അധികം സാധനം വാങ്ങാൻ പറ്റൂല. എന്റെ കയ്യിൽ എത്രയേ ഉള്ളൂ? 100 രൂപയേ ഉള്ളൂ. അപ്പൊ എന്റെ പരിധി എത്രയാ? 100 രൂപ. ഒരാൾക്ക് 500 രൂപ ഉണ്ടെങ്കിൽ അയാളുടെ പരിധി എത്രയാ? 500. ഓക്കെ, അപ്പൊ ഈ ബഡ്ജറ്റ് സെറ്റിന് ഒരു പരിധി ഉണ്ട്. ആ പരിധി എന്ന് പറയുന്നത് ഇതാണ്. ഓക്കെ, വരുമാനം. ഇനി ഇവിടെ ബഡ്ജറ്റ് സെറ്റിന്റെ ഇക്വേഷൻ കൊടുത്തിട്ടുണ്ട്. P on X1 plus P
P2X2 less than or equal to M. അപ്പൊ ഇക്വേഷൻ ഇതുപോലെ നിങ്ങൾ പഠിക്കുക. ഇനി എന്തൊക്കെയാണ് ഇക്വേഷനിൽ പറഞ്ഞിട്ടുള്ളത് ഞാൻ ഓരോന്നായിട്ട് പറഞ്ഞു തരാം. ഓക്കെ, അപ്പൊ P1x1 പ്ലസ് P2x2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു M. ഇതാണ് ഏതിന്റെ ഇക്വേഷൻ, ഇതിന്റെ കൺസ്ട്രെയിൻ എന്ന് പറയുന്നത്. ബഡ്ജറ്റ് സെറ്റിന്റെ കൺസ്ട്രെയിൻ അല്ലെങ്കിൽ ബഡ്ജറ്റ് സെറ്റിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇത് എന്താണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. P1 എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് രണ്ട് സാധനങ്ങളാണ് നമ്മൾ പരിഗണിക്കുന്നത്. P1 എന്ന് പറഞ്ഞാൽ പ്രൈസ് ഓഫ് ഗുഡ്, ഒന്നാമത്തെ സാധനത്തിന്റെ വില. X1 എന്ന് പറഞ്ഞാൽ ക്വാണ്ടിറ്റി ഓഫ് ഗുഡ് ഓൺ, ഒന്നാമത്തെ സാധനത്തിന്റെ അളവ്. അപ്പൊ P1 X1 എന്താന്ന് മനസ്സിലായി? P1 എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ സാധനത്തിന്റെ വില, X1 എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ സാധനത്തിന്റെ അളവ്. അതുപോലെ തന്നെ അപ്പൊ P2 എന്തായിരിക്കും? P2 എന്ന് പറഞ്ഞാൽ പ്രൈസ് ഓഫ് ഗുഡ് ടു, രണ്ട് സാധനമല്ലേ ഉള്ളൂ, ഗുഡ് ടു. അപ്പൊ X2 എന്ന് പറഞ്ഞാൽ എന്താ? ക്വാണ്ടിറ്റി ഓഫ് ഗുഡ് ടു. ഓക്കെ, അപ്പൊ ഈ നാല് കാര്യങ്ങൾ മനസ്സിലായല്ലോ. എന്താണ് P1? പ്രൈസ് ഓഫ് ഗുഡ്, ഒന്നാമത്തെ സാധനത്തിന്റെ വില. എന്താണ് X1 എന്ന് പറഞ്ഞാൽ ക്വാണ്ടിറ്റി ഓഫ് ഗുഡ് ഓൺ, ഒന്നാമത്തെ സാധനത്തിന്റെ അളവ്. എന്താ P2 എന്ന് പറഞ്ഞാൽ പ്രൈസ് ഓഫ് ഗുഡ് ടു, രണ്ടാമത്തെ സാധനത്തിന്റെ വില. എന്താ X2 എന്ന് പറഞ്ഞാൽ ക്വാണ്ടിറ്റി ഓഫ് ഗുഡ് ടു, രണ്ടാമത്തെ സാധനത്തിന്റെ അളവ്. ഇനി എന്താ M എന്ന് പറഞ്ഞാൽ? എന്താ M എന്ന് പറഞ്ഞാൽ? ഇൻകം ഓഫ് കൺസ്യൂമർ, ഉപഭോക്താവിന്റെ വരുമാനം. ഇൻകം, ബഡ്ജറ്റ് എത്രയാണ്? ഇത്രയുമാണ് ഇക്വേഷനിൽ വരുന്നത്. ഓക്കെ, ഈ ബഡ്ജറ്റ് സെറ്റിന്റെ ഇക്വേഷനിൽ വരുന്നത്. P1 X1 P2 X2 M. എന്തൊക്കെയാണ് ക്ലിയർ ആയല്ലോ? അപ്പൊ ഇത് ഉപയോഗിച്ചിട്ടാണ് ഏത് ഇക്വേഷൻ ഉണ്ടാക്കിയിട്ടുള്ളത്? ബഡ്ജറ്റ് സെറ്റിന്റെ ഇക്വേഷൻ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇവിടെ ഇതാണ് കൺസ്ട്രെയിൻ എന്ന് പറയുന്നത്, പരിധി എന്ന് പറയുന്നത്. കാരണം വരുമാനം ഉപയോഗിച്ചേ സാധനം വാങ്ങാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ വരുമാനത്തിന് താഴെ സാധനം വാങ്ങാൻ പറ്റുള്ളൂ. നമുക്ക് മുകളിലോട്ട് പോകാൻ പറ്റുമോ? ഇല്ല. എന്റെ കയ്യിൽ 100 രൂപ ഉണ്ടെങ്കിൽ 100 രൂപക്കും അതിന് താഴെയും എനിക്ക് സാധനം വാങ്ങാം. 50 റുപ്യക്കോ 10 റുപ്യക്കോ ഒക്കെ വാങ്ങാം, അതൊരു പ്രശ്നമല്ല. പക്ഷെ 100ന് മുകളിൽ വാങ്ങാൻ എന്നെ കൊണ്ട് പറ്റൂല. ഓക്കെ, അതാണ് കൺസ്ട്രെയിൻ എന്ന് നമ്മൾ പറഞ്ഞു. ഞാൻ ഇക്വേഷൻ എന്തൊക്കെ തന്നിട്ടുള്ളതെന്ന് പറഞ്ഞു. P1 X1 P2 X2 M. അത് എന്തൊക്കെയാണ് കൃത്യമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലെ വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ചെയ്യാനുള്ളത്. ഓക്കെ, ഇതിൽ ചില ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ആ ക്വസ്റ്റ്യൻസ് നമുക്ക് ഇനി ചെയ്യണം. ഓക്കെ, അപ്പൊ ഞാനൊരു ക്വസ്റ്റ്യൻ ഇവിടെ പറയാം. ഓക്കെ, ഒരു ഉപഭോക്താവിന്റെ കയ്യിൽ 20 രൂപ വരുമാനമുണ്ട്. ഒരു ഉപഭോക്താവിന് എത്ര രൂപ വരുമാനമുണ്ട്? 20 രൂപ വരുമാനമുണ്ട്. രണ്ട് സാധനങ്ങളാണുള്ളത് അറിയാലോ, X1 X2. ഓക്കെ, നമ്മളെപ്പോഴും പറയുന്നതാണ് രണ്ട് സാധനങ്ങൾ ഇവിടെയുള്ളൂ. അപ്പൊ രണ്ട് സാധനങ്ങളുണ്ട്, X1 X2 ഉണ്ട്. ഓക്കെ, അപ്പൊ X1ന്റെ വില 5ഉം X2ന്റെ വില 5ഉമാണ്. അങ്ങനെയാണെങ്കിൽ ബഡ്ജറ്റ് സെറ്റ് ഇക്വേഷനും ബഡ്ജറ്റ് സെറ്റും രൂപീകരിക്കാനാണ് നമ്മളുടെ ക്വസ്റ്റ്യൻ. ഓക്കെ, ഇക്വേഷൻ രൂപീകരിക്കണം, ദെൻ അതുപോലെ തന്നെ എന്തും രൂപീകരിക്കണം? ബഡ്ജറ്റ് സെറ്റുകളെ രൂപീകരിക്കണം. ഓക്കെ, അപ്പൊ ഇവിടെ ശ്രദ്ധിച്ചോ, ക്വസ്റ്റ്യൻ മനസ്സിലായല്ലോ. ഒരാളുടെ വരുമാനം 20 രൂപയാണ്, സാധനം ഒന്നിന്റെ വില 5 രൂപയാണ്, സാധനം രണ്ടിന്റെ വില 5 രൂപയാണ് എങ്കിൽ അയാളുടെ ബഡ്ജറ്റ് സെറ്റും അതിന്റെ ഇക്വേഷനും രൂപീകരിക്കുക. അപ്പൊ നമ്മൾ ആദ്യം ഇക്വേഷൻ രൂപീകരിക്കാം. ഓക്കെ, അപ്പൊ ഇക്വേഷൻ ഞാൻ ഒന്നുകൂടി ഇങ്ങോട്ട് എടുത്തേക്കാം. ബഡ്ജറ്റ് സെറ്റിന്റെ ഇക്വേഷൻ ഈസ് ഈക്വൽ ടു എന്താണ്? P1 X1 plus P2 X2 less than or equal to M. ഇനി തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിലേക്ക് നോക്ക്. ഇൻകം ഏതാ? ഇൻകം എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞു M ആണ് ഇൻകം. അപ്പൊ M is equal to 20. M ആണ് ഇൻകം. അപ്പൊ M is equal to 20. ഇനി ഗുഡ് ഓണിന്റെ പ്രൈസ് എന്ന് പറഞ്ഞാൽ ഏതാ? സാധനം ഒന്നിന്റെ വില P1 എന്ന് നേരത്തെ പറഞ്ഞു. സാധനം ഒന്നിന്റെ വില ഏതാണ്? P1. അപ്പൊ P1 is equal to 5. Then good to price, രണ്ടാമത്തെ സാധനത്തിന്റെ വില P2 is equal to 5. ഓക്കെ, അപ്പൊ ഇതാണ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള സാധനങ്ങൾ. അത് ഇങ്ങോട്ട് എടുത്തെഴുതി നമ്മൾ. M എത്രയാണ് എടുത്തെഴുതി, P1 എത്ര എടുത്തെഴുതി, P2 എത്ര എടുത്തെഴുതി. ഇനി ഇക്വേഷനിലേക്ക് നിങ്ങൾ കൊണ്ടുവരണം. ഓക്കെ, P1 എന്ന് പറഞ്ഞാൽ 5 ആണ് എന്ന് മനസ്സിലായി. അപ്പൊ 5 X1 തന്നിട്ടില്ല,
നേരെ 5x1 പ്ലസ് p2 വീണ്ടും 5 തന്നെയാണ്. x2 തന്നിട്ടില്ല, അപ്പൊ എടുത്ത് എഴുതാം 5x1 പ്ലസ് 5x2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു m തന്നിട്ടുണ്ട് 20 ആണ്. ഓക്കെ, ഇതെന്തിന്റെ ഇക്വേഷൻ ആയി? ബജറ്റ് സെറ്റിന്റെ ഇക്വേഷൻ ആയി. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ബജറ്റ് സെറ്റുകൾ കണ്ടുപിടിക്കാനാണ്. അപ്പൊ ബജറ്റ് സെറ്റുകൾ കണ്ടുപിടിക്കുമ്പോൾ നമ്മൾക്ക് ചെയ്യാൻ പറ്റിയ എങ്ങനെയാണ് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, നമ്മൾ ബണ്ടിൽ എങ്ങനെ ഉണ്ടാക്കുന്നതിന് മുമ്പ് പറഞ്ഞത് ബ്രാക്കറ്റിന്റെ ഉള്ളിലാണ്. അതിൽ ആദ്യം എഴുതുന്ന ഒന്നാമത്തെ സാധനം, രണ്ടാമത്തെ സാധനം രണ്ടാമത് എഴുതും. ഓക്കെ, അപ്പൊ ഞാൻ ഇവിടെ കൊടുത്തു 0 1 എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ സാധനം 0 രണ്ടാമത്തെ സാധനം 1 വാങ്ങിയിട്ടുണ്ട്, 5 രൂപയല്ലേ. ഓക്കെ, രണ്ടാമത്തെ സാധനത്തിന്റെ വില 5 രൂപയാണ്. അപ്പൊ 1 × 5 5. അപ്പൊ എനിക്കത് വാങ്ങാം, പ്രശ്നമില്ല. ഓക്കെ, വീണ്ടും ഇങ്ങോട്ട് പോകുമ്പോ ഒന്നാമത്തെ സാധനം ഞാൻ വാങ്ങുന്നില്ല, രണ്ടാമത്തെ സാധനം 2 വാങ്ങി 10 രൂപയായി. അപ്പൊ ഇതിന്റെ ബജറ്റിന്റെ മുകളിലോട്ട് പോയിട്ടില്ല. 2 × 5 10 ഓക്കെ, ഇനി രണ്ടാമത്തെ സാധനം ഞാൻ വീണ്ടും 3 വാങ്ങി. ഒന്നാമത്തെ സാധനം ഞാൻ 0 തന്നെ ആക്കി വെച്ചു. ഓക്കെ, ഇത് എനിക്ക് വാങ്ങാൻ പറ്റും, കാരണം 3 വാങ്ങിയത്. ഓക്കെ, ഇത് എന്താണ് 3 വാങ്ങിയത്. 5 രൂപയാണ് രണ്ടാമത്തെ സാധനത്തിന്റെ വില. അപ്പൊ 3 × 5 15 രൂപയായിട്ടുള്ളൂ. എത്ര രൂപ വരുമാനമുണ്ട്? 20 രൂപ വരുമാനമുണ്ട്. അപ്പൊ ഇനിയും എനിക്ക് വാങ്ങാം രണ്ടാമത്തെ സാധനം. ഇപ്പൊ രണ്ടാമത്തെ സാധനം ഞാൻ 4 വാങ്ങി. ഓക്കെ, ഒന്നാമത്തെ സാധനം 0 ആണ്. ഓക്കെ, അപ്പൊ 4 വാങ്ങി. 4 × 5 5 രൂപയല്ലേ. 4 വാങ്ങുമ്പോ എത്രനായി? 4 × 5 20. കൺസ്ട്രെയിൻ ആയി, പരിധിയായി. ഇനി എനിക്ക് വാങ്ങാൻ പറ്റില്ല. അപ്പൊ എനിക്ക് മാക്സിമം വാങ്ങാൻ പറ്റുന്ന രണ്ടാമത്തെ സാധനം എത്രയാ? 4 ആണ്. അതെപ്പോഴും എനിക്ക് മാക്സിമം വാങ്ങാൻ പറ്റുക ഒന്നാമത്തെ സാധനം വാങ്ങാതിരിക്കുമ്പോഴാണ് രണ്ടാമത്തെ സാധനം 4 വാങ്ങാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇത് ബണ്ടിലുകളാണ്. ഇതല്ല എല്ലാ ബണ്ടിലുകളും കളക്ഷൻ എന്നാ പറഞ്ഞത്. അപ്പൊ ഇനി നമുക്ക് ഓരോന്നായിട്ട് കൊടുക്കണം. ഓക്കെ, അപ്പൊ ഞാൻ ഇനി ഇവിടെ ഒന്നാമത്തെ സാധനം 0, ഇവിടേക്ക് ഒരു 1 ആക്കണം. 1 0. രണ്ടാമത്തെ സാധനം ഞാൻ 0 ആക്കി. ഓക്കെ, ഇനി ഇങ്ങോട്ട് വരുമ്പോൾ ഞാൻ വീണ്ടും ഓക്കെ ഒന്നാമത്തെ സാധനം 2 വാങ്ങിക്കൂടെ? 1 × 5 5 രൂപയാണ് ഇതിന്റെ വില. 5 വാങ്ങാം. 2 × 5 10 രൂപയാവുന്നുള്ളൂ, വാങ്ങാം. 3 × 5 15 രൂപയാകുന്നുള്ളൂ, വാങ്ങാം. 4 × 5 20 രൂപയാകുന്നുള്ളൂ, വാങ്ങാം. അപ്പൊ ഒന്നാമത്തെ സാധനം എനിക്ക് മാക്സിമം എത്ര വാങ്ങാൻ പറ്റും? 4 വാങ്ങാൻ പറ്റും. പക്ഷെ ഇത് വാങ്ങാൻ പറ്റില്ല ആ സമയത്ത് രണ്ടാമത്തെ സാധനം വാങ്ങാൻ പറ്റില്ല. ഓക്കെ, അപ്പൊ ഇത് ക്ലിയർ ആയി. ഇനി ഇത് മാത്രമാണോ വാങ്ങാൻ പറ്റുന്നത്? അല്ല, 2 സാധനം ഒരുമിച്ച് വാങ്ങിക്കൂടെ? ഇവിടെ ഞാൻ ഒന്നാമത്തെ സാധനം വാങ്ങിയില്ല, ഇവിടെ ഞാൻ രണ്ടാമത്തെ സാധനം വാങ്ങിയില്ല. അങ്ങനെ വരുമ്പോഴാണ് ഏറ്റവും കൂടുതൽ എത്ര 2 സാധനം വാങ്ങാൻ പറ്റുമെന്ന് മനസ്സിലാകുന്നത്. ഇനി 2 സാധനം വാങ്ങുന്ന കേസുകൾ ഉണ്ടാവുമല്ലോ. ഇപ്പൊ ഇവിടെ നോക്ക്, 1 1 ഒന്നാമത്തെ സാധനം 1 വാങ്ങി, രണ്ടാമത്തെ സാധനം 1 വാങ്ങി. ഓക്കെ, അപ്പൊ ഒന്നാമത്തെ സാധനത്തിന് 5 രൂപ 5, രണ്ടാമത്തെ സാധനത്തിന് 5 രൂപ 5, 5 × 5 10 ഇവിടെ, വാങ്ങാം. ഒന്നാമത്തെ സാധനം 1, രണ്ടാമത്തെ സാധനം 2 വാങ്ങി, വാങ്ങിക്കൂടെ? വാങ്ങാം. കാരണം ഒന്നാമത്തെ സാധനം 5, രണ്ടാമത്തെ സാധനം 2 2 2 × 5 10, 10 + 5 15, വാങ്ങാം. ഇനി 1 3 ഒന്നാമത്തെ സാധനം 1, രണ്ടാമത്തെ സാധനം 3 വാങ്ങി. ഓക്കെ, അപ്പൊ 1 × 5 5, 3 × 5 15, രണ്ടും കൂടി കൂട്ടി എത്ര? 20. ഇനി പുറത്തേക്ക് എനിക്ക് വാങ്ങാൻ പറ്റുമോ? 1 4 വാങ്ങാൻ പറ്റുമോ? പറ്റൂല. എന്തുകൊണ്ടാ പറ്റാത്തത്? ഒന്നാമത്തെ സാധനം 1, അപ്പൊ 1 × 5 ഇവിടെ ഉണ്ട്. 4 × 5 20, 20 + 5 25 ആയി. നമ്മുടെ കൺസ്ട്രെയിൻ എത്രയാ? നമ്മുടെ പരിധി എത്രയാ? 20 ആണ്. അപ്പൊ അത് വാങ്ങാൻ പറ്റില്ല. ഇനി വീണ്ടും താഴേക്ക് വന്നിട്ടുണ്ടെങ്കിൽ 2 1 വാങ്ങാം, 2 2 വാങ്ങാം. ഇനി പറ്റൂല. ഓക്കെ, 2 2 2 × 5 10, 2 × 5 10 10 10 20 ആയി. ഇനി വാങ്ങാൻ പറ്റുമോ? ഇല്ല. ഇനി ഇവിടെ 3 1 വാങ്ങാം. ഇതിനപ്പുറത്തേക്ക് വാങ്ങാൻ പറ്റൂല. ഓക്കെ, 4 0 ഇവിടെ മാക്സിമം ആയിട്ടുണ്ട്, ഇവിടെ മാക്സിമം ആയിട്ടുണ്ട്, പറ്റൂല. അപ്പൊ ഇതാണ് ബജറ്റ് സെറ്റ് എന്ന് പറയുന്നത്. ഇങ്ങനെയാണ് ബജറ്റ് സെറ്റ് രൂപീകരിക്കുക എന്ന് പറയുന്നത്.
ഓക്കെ, അതായത് നമ്മളുടെ ബജറ്റ് സെറ്റിന് ഒരു കൺസ്ട്രെയിൻ ഉണ്ടാവും. അതിന്റെ ഉള്ളിൽ നമുക്ക് തിരഞ്ഞെടുക്കാവുന്ന എല്ലാ ബണ്ടിലുകളെയും ചേർത്ത് പറയുന്ന പേരാണ് എന്തെന്നുള്ളത് ബജറ്റ് സെറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് ബജറ്റ് സെറ്റ് ചെയ്യാം. ക്ലിയർ ആണല്ലോ? ഇതിൽ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കണം. ഓക്കെ, ഇനി നമ്മളെ ഏറ്റവും പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് ബജറ്റ് ലൈൻ. അത് എന്തൊക്കെയാണ്, ദെൻ അതിൻ്റെ ഓരോ ഭാഗങ്ങൾ എന്തൊക്കെയാണ്, ബജറ്റ് ലൈനിന്റെ ഭാഗങ്ങൾ എങ്ങനെയൊക്കെയാണ്, ദെൻ അതിന്റെ പ്രോബ്ലം എങ്ങനെയാണ് ചെയ്യുക, ഇതാണ് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ഇനിയായിട്ട് എടുക്കാനുള്ളത്. ഓക്കെ, അപ്പൊ ആദ്യം നമുക്ക് ബജറ്റ് ലൈൻ എന്താണെന്ന് നോക്കാം. എന്താ ബജറ്റ് ലൈൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ the locus of points of combination of good on and good to which cost exactly equal to income. Locus of points of combination of good on and good to which exactly cost exactly equal to income. ഒരു ഉപഭോക്താവിന് തന്റെ വരുമാനം പൂർണ്ണമായും ചെലവഴിച്ചുകൊണ്ട് വാങ്ങാൻ പറ്റുന്ന രണ്ട് സാധനങ്ങളുടെ ബണ്ടിലുകളെ ചേർത്ത് വരച്ചതാണ് ബജറ്റ് ലൈൻ. ഓക്കെ, അപ്പൊ എന്താ ബജറ്റ് ലൈൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ the locus of points of combination of good on and good to which cost exactly equal to income. വരുമാനത്തിന് തുല്യമായിട്ട് നമുക്ക് വാങ്ങാൻ പറ്റുന്ന ബണ്ടിലുകളെ ചേർത്ത് വരയ്ക്കുന്നതാണ് ഏതെന്ന് പറയുന്നത് ബജറ്റ് ലൈൻ എന്ന് പറയുന്നത്. അപ്പൊ ഒരു ഉപഭോക്താവിന് തന്റെ വരുമാനം പൂർണ്ണമായും ചെലവഴിച്ചുകൊണ്ട് വാങ്ങാൻ സാധിക്കുന്ന എല്ലാ ബണ്ടിലുകളെയും, ഓക്കെ, അതിനെ കുറവായിട്ടുള്ള ബണ്ടിലുകളോട് പരിഗണിക്കൂല കേട്ടോ, വരുമാനം പൂർണ്ണമായിട്ടും ചെലവഴിച്ചുകൊണ്ട് എന്ന് പറഞ്ഞാൽ എൻ്റെ കയ്യിൽ 100 രൂപ ഉണ്ടെങ്കിൽ ആ 100 രൂപ പൂർണ്ണമായിട്ടും ഞാൻ ചെലവഴിക്കുമ്പോൾ എനിക്ക് വാങ്ങാൻ പറ്റുന്ന സാധനങ്ങളുടെ ബണ്ടിലുകളെ മാത്രമാണ് ചേർത്ത് വരയ്ക്കുമ്പോൾ മാത്രമാണ് നമുക്ക് ഏത് കിട്ടുക, ബജറ്റ് ലൈന് കിട്ടുക. അതിന് താഴെയുള്ളത് 80 രൂപക്ക് വാങ്ങിയത് കൊണ്ടോ 60 രൂപ കൊണ്ട് വാങ്ങിയത് കൊണ്ടോ ഉള്ള ബണ്ടിലുകൾ ചേർത്തിട്ട് നമുക്ക് എന്തെങ്കിലും രൂപീകരിക്കാൻ പറ്റൂല, ബജറ്റ് ലൈൻ രൂപീകരിക്കാൻ പറ്റില്ല. ബജറ്റ് ലൈൻ വരയ്ക്കുമ്പോൾ എക്സാക്ട്ലി കോസ്റ്റ് എക്സാക്ട്ലി ഈക്വൽ ടു ഇൻകം ആണ്, വരുമാനത്തിന് തുല്യമായിട്ടുള്ള ബണ്ടിലുകളെ ചേർത്ത് വരയ്ക്കുന്നതാണ് ഇതെന്ന് പറയുന്നത് ബജറ്റ് ലൈൻ. ഓക്കെ, അപ്പൊ ഒരു ഉപഭോക്താവിന് തന്റെ വരുമാനം പൂർണ്ണമായും ചെലവഴിച്ചുകൊണ്ട് വാങ്ങാൻ പറ്റുന്ന രണ്ട് സാധനങ്ങളുടെ സംയോഗങ്ങളെ ചേർത്ത് വരച്ചതാണ് ബജറ്റ് ലൈൻ എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? അപ്പൊ ബജറ്റ് ലൈനിന്റെ ഇക്വേഷൻ എന്താണെന്ന് ആദ്യം നമുക്ക് നോക്കാം. നേരത്തെ നമ്മൾ ബജറ്റ് സെറ്റിന്റെ ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്, അത് തന്നെയാണ്, പക്ഷെ ചെറിയ വ്യത്യാസങ്ങൾ വരും. എന്താ വ്യത്യാസം എന്നുള്ളത് നോക്ക്. ഓക്കെ, P on x1 ഇവിടെയുണ്ട്, P on x1 plus P2 x2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആയിരുന്നു ബജറ്റ് സെറ്റിന്. ഇവിടെ അതല്ല. ഓക്കെ, കൃത്യമായി ശ്രദ്ധിക്കുക. ബജറ്റ് ലൈനിന്റെ ഇക്വേഷനിൽ ചെറിയ മാറ്റം വരുത്തിയാൽ മതി. P on x1 plus P2 x2 ഈക്വൽ ടു M1, വരുമാനത്തിന് തുല്യമായിരിക്കണം, ഈക്വൽ ടു M1. ഇതാണ് അവിടെയുള്ള വ്യത്യാസം. നമ്മുടെ ബജറ്റ് ലൈൻ പഠിക്കുമ്പോൾ നമുക്ക് ബജറ്റ് ലൈൻ രൂപീകരിക്കാൻ മറ്റൊക്കെ ആവശ്യമായിട്ടുള്ള കുറച്ച് ടോപ്പിക്കുകളുണ്ട്. ഓക്കെ, എപ്പോഴും നമുക്ക് ഉപകാരപ്പെടുന്ന ടോപ്പിക്കുകളാണ്, ഇവിടെ ചെയ്യാനുള്ള ടോപ്പിക്കുകളാണ്. അതെന്തൊക്കെയാണെന്ന് വേണ്ടി നിങ്ങൾക്കും പഠിക്കാം. ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ടത് ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റ് എന്താണ്. ഓക്കെ, ഏത് ഇന്റർസെപ്റ്റ് ആണ്? ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റ് എന്താണെന്നുള്ളതാണ്. ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റ് കേട്ടോ, ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റ്. ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഓക്കെ, അതായത് നിങ്ങൾ ബജറ്റ് ലൈനിന്റെ ഒരു ലൈൻ ഞാൻ ഇവിടെ നൽകി, ഇതാണ് ബജറ്റ് ലൈൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇതാ വരുമാനം പൂർണ്ണമായിട്ടുള്ള ബണ്ടിലുകളെ ചേർത്ത് വരയ്ക്കുമ്പോൾ കിട്ടുന്നതാണ് ഈ രൂപത്തിലുള്ള ബജറ്റ് ലൈൻ എന്ന് പറയുന്നത്. അപ്പൊ ഈ ബജറ്റ് ലൈൻ കാണിക്കുന്നത് വരുമാനത്തിന്റെ പരിധിയാണ്. ഇതിനപ്പുറത്തേക്ക് ബജറ്റ് നമുക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പൊ ഇത് അതിന്റെ ഉള്ളിൽ മാത്രമേ കൺസ്യൂം ചെയ്യാൻ പറ്റുള്ളൂ. ഇതാണ് ബജറ്റ് ലൈൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതാണ് പരിധി. ബജറ്റ് ലൈൻ എന്ന് പറയുന്നത് നമ്മുടെ വരുമാനം കൊണ്ട് വാങ്ങാൻ പറ്റുന്ന മാക്സിമം ഈ ലൈനിലാണുള്ളത്. ഓക്കെ, അപ്പൊ ഇതാണ് ബജറ്റ് ലൈൻ. ഈ ബജറ്റ് ലൈന് കുത്തനെയാണ്. ഓക്കെ, കണ്ടല്ലോ, രൂപം മനസ്സിലാക്കുക. ഇതിൽ രണ്ട് ഭാഗങ്ങളുണ്ട്, ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റും വെർട്ടിക്കൽ ഇന്റർസെപ്റ്റും. ഹൊറിസോണ്ടൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, ഇങ്ങനെയുള്ള ഭാഗത്തെ നമ്മൾ ഹൊറിസോണ്ടൽ എന്ന് പറയാം. അപ്പൊ ഇന്റർസെപ്റ്റ് ഇവിടെ ഉള്ളതാണ്. ഇത് വെർട്ടിക്കലാണ്, അപ്പൊ ഇവിടെ ഇങ്ങനെ വെർട്ടിക്കൽ ഇന്റർസെപ്റ്റ് എന്ന് പറയും. അപ്പൊ ബജറ്റ് ലൈന് ഈ രണ്ട് ലൈനുകളും രണ്ട് ആക്സിസുകളല്ലേ ഉള്ളത്, y ആക്സിസും x ആക്സിസും ഉണ്ട്. ഇത് ഹൊറിസോണ്ടൽ ആക്സിസ് ആണ് x, വെർട്ടിക്കൽ ആക്സിസ് ആണ് y. അപ്പൊ ബജറ്റ് ലൈൻ ഈ രണ്ട് ആക്സിസുകളുമായിട്ടും കൂട്ടിമുട്ടുന്നുണ്ട്, ഇല്ലേ? ഇവിടെ x ആക്സിസുമായി കൂട്ടിമുട്ടുന്നു, ഇവിടെ y ആക്സിസുമായി കൂട്ടിമുട്ടുന്നു. അപ്പോൾ ആദ്യം നമ്മൾ പഠിക്കുന്നത് ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റ് ആണ്.
ബജറ്റ് ലൈന് എക്സ് ആക്സിസുമായിട്ട് കൂട്ടിമുട്ടുന്ന പോയിന്റിനെയാണ് ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റ് എന്ന് പറയാം. അപ്പൊ എന്താ ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റ് എന്ന് പറഞ്ഞാല് ബജറ്റ് ലൈന് എവിടെയുമായിട്ട് കൂട്ടിമുട്ടുന്നതാണ്, ഹൊറിസോണ്ടൽ ആക്സിസുമായിട്ട് കൂട്ടിമുട്ടുന്ന പോയിന്റ് ആണ് ഏതെന്ന് പറയുന്നത് ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റ്. അപ്പൊ ഈ കാണുന്നതാണ് ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റ്. ഓക്കെ, എന്താ അതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റില് x2 0 ആണ്. കണ്ടോ, x2 ഇവിടെ പിന്നെ നേരെ 0 ആണ്, x2 0 ആണ്. അപ്പൊ ഏത് മാത്രമേ അവിടെ ഉള്ളൂ, x1 മാത്രമേ ഉണ്ടാവുള്ളൂ. x2 0 ആണ്, x1 മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പൊ ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് x1 is equal to m by p on. m എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം വരുമാനമാണ്, p on എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം ഒന്നാമത്തെ സാധനത്തിന്റെ വിലയാണ്. അപ്പൊ വരുമാനത്തെ ഒന്നാമത്തെ സാധനത്തിന്റെ വില കൊണ്ട് ഹരിച്ചാൽ ഏത് കിട്ടും, ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റ് കിട്ടും. എന്താ ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റ് എന്ന് ചോദിച്ചാൽ ബജറ്റ് ലൈനും എക്സ് ആക്സിസുമായിട്ട് കൂട്ടിമുട്ടുന്ന പോയിന്റ് ആണ് ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റ്. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ m by p on എന്ന് കൊടുത്തിട്ടുള്ളത്. m by p on ആണ് ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റ്. ഇനി എന്താ വെർട്ടിക്കൽ ഇന്റർസെപ്റ്റ് എന്ന് ചോദിച്ചാൽ, എന്താണ് വെർട്ടിക്കൽ ഇന്റർസെപ്റ്റ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്നൊക്കെ പറഞ്ഞു, ബജറ്റ് ലൈന് എക്സ് ആക്സിസുമായി ടച്ച് ചെയ്യുമ്പോൾ ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റ് ആണ്. അതേമാതിരി ബജറ്റ് ലൈൻ ആരുമായിട്ടും ടച്ച് ചെയ്യുന്നുണ്ട്, y ആക്സിസ് വെർട്ടിക്കൽ ആക്സിസുമായിട്ടും ടച്ച് ചെയ്യുന്നുണ്ട്, കൂട്ടിമുട്ടുന്നുണ്ട്. ഈ പോയിന്റില്, ഈ പോയിന്റിനെയാണ് വെർട്ടിക്കൽ ഇന്റർസെപ്റ്റ് എന്ന് പറയുന്നത്. അതായത് ബജറ്റ് ലൈനും y ആക്സിസും തമ്മിൽ കൂട്ടിമുട്ടുന്ന പോയിന്റിനെ, ഓക്കെ, ടച്ച് ചെയ്യുന്ന പോയിന്റിനെ എന്തെന്ന് പറയുന്നു, വെർട്ടിക്കൽ ഇന്റർസെപ്റ്റ് എന്ന് പറയുന്നു. ഇനി എന്താ വെർട്ടിക്കൽ ഇന്റർസെപ്റ്റിന്റെ പ്രത്യേകത എന്ന് ചോദിച്ചാൽ ഇവിടെ x1 0 ആണ്. ഓക്കെ, നോക്ക്, x1 ഇതാണ്, ഗുഡ് ഓൺ ആണ്. ഓക്കെ, x1 ഇവിടെ 0 ആണ്. ഇവിടെ ഏത് മാത്രമേ ഉള്ളൂ, x2 മാത്രമേ ഉള്ളൂ. അപ്പോ വെർട്ടിക്കൽ ഇന്റർസെപ്റ്റ് കണ്ടുപിടിക്കാൻ ഇക്വേഷൻ x2 is equal to, x1 0 ആയതുകൊണ്ട് x2 മാത്രം എടുത്താൽ മതി. x2 is equal to m by p2. m by p2, m എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞു വരുമാനം, p2 എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ സാധനത്തിന്റെ വില. അതുകൊണ്ടാണ് ഇവിടെ m by p2 ഞാൻ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഈ രണ്ട് ഇന്റർസെപ്റ്റുകളെ കണ്ടുപിടിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ അതിനെ ചേർത്ത് വരച്ചാൽ നമുക്ക് ബജറ്റ് ലൈൻ കിട്ടും. അപ്പൊ ബജറ്റ് ലൈൻ കൺസ്ട്രക്ട് ചെയ്യാൻ ഈ രണ്ട് സാധനങ്ങൾ നമ്മൾ പഠിക്കൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതുകൊണ്ടാണ് നമ്മൾ പഠിച്ചത്. ഇനി അതിൽ വരുന്ന മറ്റൊരു കാര്യം കൂടിയാണ് സ്ലോപ്പ് ഓഫ് ദി ബജറ്റ് ലൈൻ. ബജറ്റ് ലൈനിന്റെ ചെരിവ്, സ്ലോപ്പ് ഓഫ് ദി ബജറ്റ് ലൈൻ എന്ന് പറഞ്ഞാൽ the amount of good to sacrifice to buy an extra unit of good on. The amount of good to sacrifice to get an extra unit of good on. ഒന്നാമത്തെ സാധനത്തിന്റെ ഒരു യൂണിറ്റ് അധികം കിട്ടാൻ വേണ്ടിയിട്ട് രണ്ടാമത്തെ സാധനത്തിൽ ഉണ്ടായ ത്യാഗത്തെയാണ് എന്തെന്ന് പറയുന്നത്, സ്ലോപ്പ് ഓഫ് ബജറ്റ് ലൈൻ. ഈ ത്യാഗം നമ്മൾ മുൻപ് പറഞ്ഞിട്ടുണ്ട്, മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ, സീമാന്ത പ്രതിസ്ഥാപന നിരക്ക് കഴിഞ്ഞ ക്ലാസ് പറഞ്ഞിട്ടുണ്ട്. അത് തന്നെയാണ് ഇവിടെ സ്ലോപ്പ് ഓഫ് ബജറ്റ് ലൈൻ എന്ന് പറയുന്ന പേരിൽ പറയുന്നത്. അതായത് ഇവിടെ രണ്ട് സാധനങ്ങളേ ഉള്ളൂ, അതിൽ ഒന്നാമത്തെ സാധനത്തിന് ഒരു അളവ് കൂട്ടണമെങ്കിൽ രണ്ടാമത്തെ സാധനത്തിന് അളവ് കുറക്കണം, ത്യജിക്കണം. ഓക്കെ, ആ അളവിനെയാണ് എന്തെന്ന് പറയുന്നത്, സ്ലോപ്പ് ഓഫ് ദി ബജറ്റ് ലൈൻ, ബജറ്റ് ലൈനിന്റെ ചെരിവ് എന്ന് പറയുന്നത്. ഓക്കെ, ഞാൻ അത് നമ്മൾ പഠിച്ചിട്ടുള്ളതായതുകൊണ്ട് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. അതിന്റെ ഇക്വേഷൻ നിങ്ങൾ മനസ്സിലാക്കണം. Slope of the budget line, budget line ചെരിവ് is equal to minus p on by p2. p on എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ സാധനത്തിന്റെ വില, p2 എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ സാധനത്തിന്റെ വില. പക്ഷേ ഒരു പ്രത്യേകതയുണ്ട്, ഇത് മൈനസ് ആയിരിക്കും എപ്പോഴും. ബജറ്റ് ലൈനിന്റെ ചെരിവ് എപ്പോഴും കിട്ടുന്ന ആൻസർ എപ്പോഴും എന്തായിരിക്കും, മൈനസ് ആയിരിക്കും. കാരണം ത്യാഗത്തെയാണ് കാണിക്കുന്നത്. ഓക്കെ, അപ്പൊ അത് ചെരിഞ്ഞു വരുന്ന ഗ്രാഫിൽ എപ്പോഴും മൈനസ് ആയിരിക്കും. ഓക്കെ, അപ്പൊ അത് കറക്റ്റ് ആയിട്ട് ശ്രദ്ധിക്കണം, മൈനസ് ആയിരിക്കും. അപ്പൊ ഇതാണ് നമുക്ക് പഠിക്കാനുള്ള ബജറ്റ് ലൈന്. ബജറ്റ് ലൈൻ എന്താന്ന് ഞാൻ പറഞ്ഞു, ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റ് എന്താന്ന് പറഞ്ഞു, വെർട്ടിക്കൽ ഇന്റർസെപ്റ്റ് എന്താന്ന് പറഞ്ഞു, സ്ലോപ്പ് ഓഫ് ദി ബജറ്റ് ലൈൻ എന്താന്ന് പറഞ്ഞു. ഇനി നമുക്ക് ഒരു പ്രോബ്ലത്തിലൂടെ എങ്ങനെ കണ്ടെത്താന്നുള്ളതും കൂടി നമുക്ക് പറയാം. ഓക്കെ, ഇനി നമ്മൾ ബജറ്റ് ലൈനിന്റെ പ്രോബ്ലം എങ്ങനെ ചെയ്യാന്നുള്ളത് പഠിക്കാം. ഓക്കെ, അപ്പൊ പ്രോബ്ലത്തിന് വേണ്ടിയിട്ട് ഞാൻ പ്രോബ്ലംസ് ഇവിടെ എഴുതിയിട്ടുണ്ട്, ഇവിടെ ചെയ്യും. നിങ്ങൾ കറക്റ്റ് ആയിട്ട് നോക്കിയാൽ മതി. അപ്പൊ ആദ്യം ഇവിടെ പ്രോബ്ലത്തിൽ തന്നിട്ടുള്ളത് P1 തന്നിട്ടുണ്ട് 2 ആണ്, P2 തന്നിട്ടുണ്ട് 2 ആണ്, M തന്നിട്ടുണ്ട് 10. ഇത് ആൾറെഡി തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ, നമ്മൾ എഴുതിയെടുക്കേണ്ട ആവശ്യമില്ല, തന്നിട്ടുണ്ട്.
അപ്പൊ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്ക്, റൈറ്റ് ഡൗൺ ബഡ്ജറ്റ് ലൈൻ ഇക്വേഷൻ. അപ്പൊ ഞാൻ ബഡ്ജറ്റ് ലൈൻ ഇക്വേഷൻ എഴുതിയതാണ്. നിങ്ങൾ പഠിച്ചു എന്താണ് ബഡ്ജറ്റ് ലൈൻ ഇക്വേഷൻ? P1 x1 plus P2 x2 equal to n. ഇതാണ് ബഡ്ജറ്റ് ലൈൻ ഇക്വേഷൻ. ഇത് മാത്രം എഴുതിയിട്ടാൽ മാർക്ക് കിട്ടില്ല കേട്ടോ. അവിടെ P1 2 പറഞ്ഞിട്ടുണ്ട്, P2 2 പറഞ്ഞിട്ടുണ്ട്, M 10 പറഞ്ഞിട്ടുണ്ട്. ഇവിടെ മാറ്റണം. ഓക്കെ, അപ്പൊ 2x1 plus 2x2 equal to n. ഓക്കെ, ഇപ്പൊ എനിക്കുള്ള മാർക്കായി. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക, ഫൈൻഡ് ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ ഇന്റർസെക്ട്. അപ്പൊ ഞാൻ രണ്ടും കണ്ടുപിടിക്കാം. ആദ്യം ഹൊറിസോണ്ടൽ എങ്ങനെ ചെയ്യാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഹൊറിസോണ്ടൽ ഇന്റർസെക്ട് ഈസ് ഈക്വൽ ടു x1 is equal to n by p1. എന്നോട് തന്നിട്ടുണ്ട്. ഓക്കെ, എത്രയാണ്? 10. p1 തന്നിട്ടുണ്ട് 2 equal to 5. ഓക്കെ, ഇനി അതുപോലെ തന്നെ വെർട്ടിക്കൽ ഇന്റർസെപ്റ്റും കണ്ടുപിടിക്കണം. വെർട്ടിക്കൽ ഇന്റർസെപ്റ്റും നമ്മൾ കണ്ടുപിടിക്കണം. വെർട്ടിക്കൽ ഇന്റർസെപ്റ്റ് is equal to x2 is equal to n by p2. ഓക്കെ, m ഇവിടെ ഉണ്ട് 10, p2 ഇവിടെ തന്നിട്ടുണ്ട് 2 is equal to 5. വെർട്ടിക്കൽ ഇന്റർസെപ്റ്റും കിട്ടി, ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റും കിട്ടി. കണ്ടുപിടിച്ച് മനസ്സിലായല്ലോ. ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റ് ഈസ് ഈക്വൽ ടു x1 ആണെന്ന് നമ്മൾ പറഞ്ഞു. n by p1 ആണ്. m ഇവിടെ തന്നിട്ടുണ്ട് 10, p1 ഇവിടെ തന്നിട്ടുണ്ട് 2. 10/2 5. അതേപോലെ തന്നെ വെർട്ടിക്കൽ ഇന്റർസെപ്റ്റ് x2 എന്ന് പറഞ്ഞിട്ടുണ്ട്, n by p2 ആണ് ഇക്വേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട്, 10/2 5. ഓക്കെ, ഈ ചോദിച്ചുള്ള ക്വസ്റ്റ്യൻ എന്താ? ഫൈൻഡ് സ്ലോപ്പ് ഓഫ് ബഡ്ജറ്റ് ലൈൻ. ഓക്കെ, 3 സ്ലോപ്പ് ഓഫ് ബഡ്ജറ്റ് ലൈൻ. സ്ലോപ്പ് ഓഫ് ബഡ്ജറ്റ് ലൈൻ. ഓക്കെ, അപ്പൊ സ്ലോപ്പ് ഓഫ് ബഡ്ജറ്റ് ലൈൻ എത്രയാണ്? നമ്മൾ പറഞ്ഞ ഇക്വേഷൻ -p1 by p2. p1 2, p2 2. മൈനസ് കൊടുക്കുക 2/2 1 -1 ആണ് സ്ലോപ്പ് ഓഫ് ബഡ്ജറ്റ് ലൈൻ. അപ്പൊ 3 ക്വസ്റ്റ്യൻസ് നമ്മളിപ്പോ സോൾവ് ചെയ്തു. ഞാൻ ഇത് ഇങ്ങോട്ട് എടുത്ത് കേട്ടോ. ഓക്കെ, വെർട്ടിക്കൽ ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റ് ഞാൻ h എന്ന് കൊടുക്കുന്നു, വെർട്ടിക്കൽ ഇന്റർസെപ്റ്റ് ഞാൻ v എന്ന് കൊടുക്കുന്നു. ഓക്കെ, എനിക്കിത് മായ്ച്ചിട്ട് വേണം അടുത്തത് ചെയ്യാൻ, അതുകൊണ്ടാണ്. ഓക്കെ, ദെൻ സ്ലോപ്പിന് നമ്മൾ പറഞ്ഞിട്ടുണ്ട് -1. കിട്ടിയ ആൻസേഴ്സ് ഞാൻ അങ്ങോട്ട് മാറ്റിയിട്ടുണ്ട്. ഓക്കെ, വേറൊന്നും വേണമല്ല. ഓക്കെ, എനിക്ക് മറ്റുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യണമെങ്കിൽ സ്പേസ് വേണം, അതുകൊണ്ടാണ് കേട്ടോ. ഓക്കെ, അപ്പൊ ഞാൻ ഇവിടെ ബഡ്ജറ്റ് ലൈൻ ഞാൻ ഇവിടെ തന്നെ നിർത്തിയിട്ട് ഇത് മായ്ക്കാം. ഓക്കെ, ഇനി നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഡ്രോ ബഡ്ജറ്റ് ലൈൻ. ഇനി എങ്ങനെയാണ് ബഡ്ജറ്റ് ലൈൻ നമ്മൾ വരയ്ക്കുക എന്നുള്ളതാണ്. അപ്പൊ ശ്രദ്ധിക്കാം. ഓക്കെ, 0 ഞാൻ ഇവിടെ 1 2 3 4 5 6 അടയാളപ്പെടുത്തുന്നു. 1 2 3 4 5. ഓക്കെ, ഞാൻ രണ്ട് ഭാഗത്തേക്കും 1 മുതൽ 5 അല്ലെങ്കിൽ 6 വരെയൊക്കെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇതാണ് y, ഇതാണ് x. ഓക്കെ, അപ്പൊ ഇവിടെയാണ് ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റ്, ഇവിടെയാണ് വെർട്ടിക്കൽ ഇന്റർസെപ്റ്റ്. ഇനി നമ്മൾ കണ്ടുപിടിച്ച വെർട്ടിക്കൽ ഇന്റർസെപ്റ്റും ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റും എത്രയാന്ന് നോക്കാം. എനിക്ക് കിട്ടിയ ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റ് 5 ആണ്. അപ്പൊ ഇവിടെയാണ് ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റ് 5, അവിടെ ടി കിട്ടും. ഇനി വെർട്ടിക്കൽ ഇന്റർസെപ്റ്റ് എത്ര കിട്ടിയാ നോക്കുക, 5 ആണ്. അപ്പൊ വെർട്ടിക്കൽ ഇന്റർസെപ്റ്റും 5 ടി കിട്ടും. ഇനി നിങ്ങളെ സ്കെയിൽ ഉപയോഗിച്ചിട്ട് ഈ 2 പോയിന്റ് കൂടി എന്ത് ചെയ്യാം, യോജിപ്പിക്കുക. ഇതാണ് ബഡ്ജറ്റ് ലൈൻ. ഇതാണ് 2x1 plus 2x2 is equal to n. ഓക്കെ, മനസ്സിലായല്ലോ. ഇവിടെ എന്താ അടയാളപ്പെടുത്തി? ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റ് അടയാളപ്പെടുത്തി. ഇവിടെ എന്താ അടയാളപ്പെടുത്തി? ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റ് അടയാളപ്പെടുത്തി. രണ്ടും കൂടി സ്കെയിൽ വെച്ച് ജോയിൻ ചെയ്തു. അപ്പൊ കിട്ടിയതാണ് ബഡ്ജറ്റ് ലൈൻ, അഥവാ 2x1 plus 2x2 is equal to m അല്ല 10. അപ്പൊ നമ്മളുടെ നാലാമത്തെ ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ഓക്കെ, ഇനി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ. ഓക്കെ, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? റൈറ്റ് ഡൗൺ ബഡ്ജറ്റ് ലൈൻ ഇക്വേഷൻ. ബഡ്ജറ്റ് ലൈൻ ഇക്വേഷൻ എഴുതുക, നമ്മൾ എഴുതി. രണ്ടാമത്തെ ഇക്വേഷൻ എന്തായിരുന്നു? ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റും വെർട്ടിക്കൽ ഇന്റർസെപ്റ്റും കണ്ടുപിടിക്കാൻ നമ്മൾ കണ്ടുപിടിച്ചു. ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റ് 5 ആണ്, വെർട്ടിക്കൽ ഇന്റർസെപ്റ്റ് 5 ആണ്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഫൈൻഡ് സ്ലോപ്പ് ഓഫ് ബഡ്ജറ്റ് ലൈൻ. ബഡ്ജറ്റ് ലൈനിന്റെ ചെരിവ് കണ്ടുപിടിക്കുക. കണ്ടുപിടിച്ചു. എത്രയായിരുന്നു? -1 ആണ്. ഓക്കെ, ദെൻ ഡ്രോ ബഡ്ജറ്റ് ലൈൻ. ബഡ്ജറ്റ് ലൈൻ വരയ്ക്കുക, വരച്ചു. ഇനി അഞ്ചാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. When income increased to 14, draw new budget line. ഇവിടെ ഇൻകം തന്നിട്ടുള്ളത് 10 ആയിരുന്നു. നമ്മളെ ക്വസ്റ്റ്യൻ ഇൻകം എത്രയാണ്? 10 ആണ്.
10 ഇൻകം 14 വർദ്ധിച്ചാൽ 10 ഇൻകം ഓക്കെ 10 ഇൻകം എത്രയായിട്ട് വർദ്ധിച്ചാൽ 14 വർദ്ധിച്ചാൽ എന്ത് സംഭവിക്കും? അപ്പൊ നമ്മൾ ഒരു പുതിയ ബഡ്ജറ്റ് ലൈൻ ഇക്വേഷൻ എഴുതണം. 2x1 മറ്റിലെ പ്രൈസിൽ മാറ്റം കേട്ടോ, പ്രൈസിലല്ല മാറ്റം, ഇൻകത്തിലാണ് മാറ്റം. ഓക്കെ 2x1 plus 2x2 is equal to 14 എഴുതാം. ഓക്കെ ഇത് എഴുതിയാൽ മാത്രം പോരാ, മാറ്റം കണ്ടുപിടിക്കണമെങ്കിൽ വീണ്ടും വെർട്ടിക്കൽ ഇന്റർസെപ്റ്റും വീണ്ടും ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റും കണ്ടുപിടിക്കാം. അത് എഴുതിയിടുന്നില്ല, ഇക്വേഷൻ വെച്ചുകൊണ്ട് കണ്ടുപിടിക്കണം. x1 എന്ന് പറഞ്ഞാൽ ഹൊറിസോണ്ടൽ ആണ്, നിങ്ങൾക്കറിയാം. ഓക്കെ n by p1 ഇപ്പത്തെ n 14 ആണ്, 14/2. അതേപോലെ തന്നെ x2 ചെയ്യുന്നു n by p2, പുതിയ ഇൻകം 14/2. ഇനി പുതിയ ഇക്വേഷൻ വരയ്ക്ക് ഇതിൽ തന്നെ വരച്ചാൽ മതി. ഓക്കെ വേറെ എടുക്കേണ്ട ആവശ്യമില്ല, ഇതിൽ തന്നെ വരയ്ക്കാം. ഓക്കെ ഇതിൽ തന്നെ വരച്ചാൽ മതി. ഓക്കെ അപ്പൊ ഇതിൽ ഇനി എന്താണ് ബഡ്ജറ്റ് ലൈൻ? പുതിയ ബഡ്ജറ്റ് ലൈൻ വരയ്ക്കാൻ പറഞ്ഞു. ഇൻകം 14 ആവുമ്പോൾ ബഡ്ജറ്റ് ലൈനിലെ മാറ്റം കണ്ടുപിടിക്കാനാണ്. ഓക്കെ അപ്പോ LK മാറി, ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റ് x1 മാറി, 5 ഉണ്ടായിരുന്നത് 7 ആയിട്ട് മാറി, വരുമാനം വർദ്ധിച്ചപ്പെട്ടു. ഓക്കെ x2 അഥവാ വെർട്ടിക്കൽ ഇന്റർസെപ്റ്റും മാറി. ഓക്കെ 5 ഉള്ളത് 7 ആയി മാറി. അപ്പൊ രണ്ടോട്ട് അടയാളപ്പെടുത്താം. വെർട്ടിക്കൽ ഇന്റർസെപ്റ്റ് 7, ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റ് 7, രണ്ടും കൂടി ചേർത്ത് വരാം. ഓക്കെ ഇതാണ് പുതിയ ബഡ്ജറ്റ് ലൈൻ. ഓക്കെ അതായത് വരുമാനം കൂടിയപ്പോൾ ബഡ്ജറ്റ് ലൈൻ എങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തു? റൈറ്റ് ആയിട്ട് ഷിഫ്റ്റ് ചെയ്തു. ഓക്കെ വരുമാനം വർദ്ധിക്കുമ്പോൾ എങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും? റൈറ്റ് ആയിട്ട് ഇത് ഷിഫ്റ്റ് ചെയ്യും, ബഡ്ജറ്റ് ലൈൻ ഷിഫ്റ്റ് ചെയ്യും കേട്ടോ. ഓക്കെ നമുക്ക് പഠിക്കാനായിട്ട് നമുക്ക് പറയാം. ഓക്കെ വരുമാനം കൂടിയപ്പോൾ വലതുവശത്തേക്ക് മാറി. ഓക്കെ അപ്പൊ ഇതാണ് എന്ത് സംഭവിച്ചത്? വരുമാനം 14 വർദ്ധിച്ചപ്പോൾ സംഭവിച്ചു. ഇനി കുറഞ്ഞാൽ ഇടത്തോട്ട് ഷിഫ്റ്റ് ചെയ്യും കേട്ടോ, നിങ്ങൾ ചെയ്യുമ്പോൾ മനസ്സിലാവും. ഓക്കെ അപ്പോ അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ക്ലിയർ ആയല്ലോ. പുതിയ വെർട്ടിക്കൽ ഇന്റർസെപ്റ്റും പുതിയ ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റും കണ്ടുപിടിച്ചു, അത് വെച്ചിട്ട് പുതിയ ബഡ്ജറ്റ് ലൈൻ വരച്ചു. ഓക്കെ ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഏറ്റവും ലാസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്. ഏതാ ക്വസ്റ്റ്യൻ? ഇതാണ് ക്വസ്റ്റ്യൻ. when p1 increases to 4, p1 4 വർദ്ധിച്ചാൽ പുതിയ ബഡ്ജറ്റ് ലൈൻ വരയ്ക്കാം. അപ്പൊ വീണ്ടും നമുക്ക് ബഡ്ജറ്റ് ലൈൻ ഇക്വേഷൻ മാറ്റണം. ഓക്കെ ഇപ്പൊ p1 ആണ് മാറിയിട്ടുള്ളത്, എങ്ങും മറ്റൊന്നും മാറിയിട്ടില്ല. p1 2 ഉള്ളത് 4. അപ്പൊ പുതിയ ബഡ്ജറ്റ് ലൈൻ എന്താ? 4x1 plus 2x2 ഇതിലെ മാറ്റമല്ലേ ഉള്ളൂ. ഓക്കെ അപ്പൊ പുതിയ വെർട്ടിക്കൽ ഇന്റർസെപ്റ്റും പുതിയ ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റും കണ്ടുപിടിക്കണം. ഓക്കെ ഇവിടെ ഹൊറിസോണ്ടലേ മാറുള്ളൂ, കാരണം p2 മാറ്റമില്ല. ഓക്കെ എങ്കിലും നമ്മൾ ഒന്നുകൂടി ചെയ്യാണ്. x1 is equal to n by p1. ഓക്കെ എന്ന് പറഞ്ഞാൽ p1 2 ഉള്ളത് ഇവിടെ 2 ഉണ്ടായിരുന്നത് ഇവിടെ 4 ആയി. ഓക്കെ അപ്പൊ 4 is equal to 2.5 ഉണ്ടോ? ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റ് കുറഞ്ഞു. ഓക്കെ മറ്റേത് നോക്കുക, വെർട്ടിക്കലിലെ മാറ്റമില്ല, കാരണം p1 മാറ്റമില്ലേ ഉള്ളൂ, അല്ല p2 മാറ്റമില്ലേ ഉള്ളൂ. p2 മാറ്റമില്ലാത്തതുകൊണ്ട് വെർട്ടിക്കൽ മാറില്ല. ഓക്കെ 10/2 is equal to 5. ഓക്കെ അപ്പൊ ഇനി പുതിയ ബഡ്ജറ്റ് ലൈൻ വരയ്ക്കണം. ആദ്യം ഹൊറിസോണ്ടൽ 5 ഉണ്ടായിരുന്നത് ഇപ്പൊ എത്രയായിട്ട് കുറഞ്ഞിട്ടുണ്ട്? 2.5 ആയിട്ട് കുറഞ്ഞിട്ടുണ്ട്. ഓക്കെ 2.5 ആയിട്ട് കുറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇവിടെ 2.5 അടയാളപ്പെടുത്താം, ഇവിടെ 5 ആണ്. ഇതാണ് പുതിയ ബഡ്ജറ്റ് ലൈൻ. ഇതേതാ ബഡ്ജറ്റ് ലൈൻ? 4x1 plus 2x2 is equal to 10. ഇതാണ് വില വർദ്ധിച്ചാൽ ഉണ്ടാകുന്ന പ്രശ്നം. ഓക്കെ അതായത് ബഡ്ജറ്റ് ലൈൻ ഇങ്ങോട്ട് മാറും, വില കുറഞ്ഞാൽ മുകളിലോട്ടും മാറും. അത് നമുക്ക് പിന്നെ പഠിക്കാം. ഇപ്പൊ ഈ പിക്ചർ 3 വരച്ചു. ഇത് മൊത്തം 8 മാർക്കിന്റെ എസ് ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. അതാണ് ഞാൻ ചെയ്തു തന്നിട്ടുള്ളത്. സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യാം കേട്ടോ.